ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയാമോ? നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടാ. നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇങ്ങനെ ഒരു ഉൾവഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കുള്ളം പശുവിനെ എടുക്കാൻ വേണ്ടി വന്നാട്ടോ. നമ്മളെ കണ്ണന് കൂട്ടായിട്ട് കണ്ണന് കൂട്ടായിട്ട് 2 പശുവിനെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ ഞാനും നമ്മുടെ സുഫൈദും മിഥിലാജും ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശുകാരനായ നമ്മുടെ പ്രശാന്തും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങിയാണ്. അപ്പോൾ 2-3 ദിവസമായി നമ്മളിരുന്ന് ഇങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കറങ്ങി കളിക്കുന്നുണ്ടാവും. കുറച്ച് പ്ലാന്റ് എടുക്കേണ്ടായിരുന്നു, അതൊക്കെ പർച്ചേസ് ചെയ്ത്. അതിന് ശേഷം നമ്മൾ പിന്നെ ഗോശാല എന്നുണ്ടായാൽ ഈ നെടുപ്പത്തി ഗോശാലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളെ നമുക്ക് അവിടെ കിട്ടും. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്നാലും നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നമുക്ക് 2 പശുവിനെ വാങ്ങിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റോഡൊന്നുമില്ല കേട്ടോ, ഫുള്ള് കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. ഗൂഗിൾ മാപ്പ് പറ്റിച്ചാണോ സംശയമുണ്ട്. പിന്നെ ഇതുണ്ടാ സൈഡിൽ ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ മൊത്തം ആന്ധ്രയിൽ. ഇതിപ്പോൾ പാം ട്രീ, നമ്മുടെ എന്താ പറയുക, പാം ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാമ്പ്. അതിൻ്റെ ശരിക്കും ഒരു പ്രത്യേകത എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നിയത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ തെങ്ങിൻ്റെ അതേ ഓല, സാധാരണ പനൻ്റെ ഓല അല്ല, തെങ്ങിൻ്റെ അതേ ഓല താഴെ വരെ ഉണ്ട് കേട്ടോ. അതുപോലെ ഷേപ്പ് സാധാരണ മറ്റേ നമ്മുടെ പനൻ്റെ, നമ്മുടെ ഡേറ്റ് പാമ്പിൻ്റെ എല്ലാം അതേപോലെ തന്നെ തെങ്ങിൻ്റെ ഓല, എന്നാൽ നമ്മളെ തേങ്ങൻ്റെ ഓല. നല്ല രസമുണ്ട് കേട്ടോ, മൊത്തം ഭയങ്കര ഗ്രീനറിയെ. നമ്മുടെ ആന്ധ്രാപ്രദേശ് മൊത്തത്തിൽ അടിപൊളി തന്നെ, വന്നിടത്തോളം നല്ല എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നല്ല മറ്റേ നെടുപ്പത്തി ഗോശാലൻ്റെ ബോർഡ് കാണുന്നുണ്ട്. ഇതന്നെ വഴി കേട്ടോ, വഴി തെറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം. എന്താണെന്ന് പോയി നോക്കട്ടെ. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനെ കാണാൻ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, നമ്മളെ കൊക്കിലൊതുങ്ങുമ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. അപ്പോൾ നമ്മളിതാ ഗോശാലയിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അവിടെ വീഡിയോ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും അത് പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ 1-2 സ്ഥലത്ത് പോയി നമുക്ക് പശുവിനൊന്നും വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ പോയിട്ട് പശുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കവും ഒരു ബുള്ളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള പശുവിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വൃത്തിയിലും ഇതിലൊന്നും അല്ല കേട്ടോ ഇവരൊക്കെ വളർത്തുന്നത്. അതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് അയ്യോ, അപ്പോൾ നമ്മളെ കണ്ണൻ്റെ എല്ലാം ഭാഗ്യം എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പോയിട്ട് അതും കൂടി നമ്മൾ റേറ്റ് പറഞ്ഞ് സെറ്റാവാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അതിനെ ഒന്നുകൂടി പോയിട്ട് നമ്മൾ പിന്നെ കുറച്ചും കൂടി റേറ്റ് പറഞ്ഞിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ച്. ഒരു സാധനത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ എന്താ പറയുക, എടുക്കാണ്ട് വന്നാൽ പിന്നെ അതിങ്ങനെ മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് അത് എടുത്തേക്കാം. അത് നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് പറഞ്ഞ സാധനം. ഇതുണ്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഈ കുരങ്ങിനൊക്കെ ഉണ്ടോ, നമ്മൾ സിംഹവാലം കുരങ്ങിനെ പോലത്തെ. ജസ്റ്റ് നോക്കിയിട്ട് ഇതാ ഉണ്ടോ, വാലെല്ലാം ചെറുതാണ്. ജസ്റ്റ് കാണിച്ചു തരാല്ലേ. അതാ വരുന്നുണ്ടോ, ഇതിനെ ഞാൻ പറഞ്ഞു. ഏത് സൈസ്, പോയി മങ്കിയായോണ്ട് പേടിയാവും ചെയ്തു. ചെടിയുണ്ട്, എന്താ രസം. ബോഗൺവില്ല, കംപ്ലീറ്റ് ബോഗൺവില്ല ഉണ്ടാ എൻ്റെ മോനെ. നമ്മുടെ മെക്കാക്കിൽ പെട്ടതാന്ന് തോന്നുട്ടാ. സാധാരണ മെക്കാക്കിന് ലോങ് ടൈലല്ലേ ഉണ്ടായാലേ. അപ്പോൾ നമുക്ക് പോവാ. ഇപ്പോൾ നമ്മളിതാ പുങ്കന്നൂരിലെ പശു ഫാമിലെത്തി. RK ഫാം എന്ന് അതിൻ്റെ പേര് കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം വലിയ വലിയ മറ്റേ പശുക്കളാണ്, സാധാരണ നോർമൽ പശുക്കൾ. ഇതൊന്നുമില്ല, പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ. എണ്ണം നോക്കി ഇതുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നോക്കിയേ. ഒരു കുഞ്ഞിക്കിടാവിതാ. ഇതേപോലെ കുഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ നിന്നെല്ലാം മറ്റേ ഇട്ടിച്ച് തെറിപ്പിക്കോട്ടാ. വീഡിയോ മറ്റേ ഹിന്ദി വീഡിയോയിലും കാണലുണ്ട്. എന്താ രസമല്ലേ. നമ്മൾ സെലക്ട് ചെയ്ത ഉള്ളിലുണ്ടേ, അത് കാണിച്ചു തരാം. ഇതാ കുറേ ടൈപ്പ് ഇതുണ്ട്, ഇവിടെ ചെറുതുണ്ടേ. ഇതാ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തതാ.
നമ്മൾ ആദ്യം പോയ ഫാമുകളിലേക്കാളും എത്രയോ വൃത്തിയാന്ന് ഈ ഫാമല്ല കേട്ടോ. ഇതണ്ട ആ വൃത്തിൻ്റെ കോലം തന്നെ നിങ്ങൾ നോക്കിയോ. ജസ്റ്റ് താഴേക്കൊക്കെ കാണിച്ചേ. ഇതാ നമ്മൾ മിഥിലാജിനെ കൊണ്ടാന്ന് വീഡിയോ എടുപ്പിക്കുന്നത്. എന്താ ഫുള്ള് വൃത്തിയാക്കലൊന്നുമില്ല. ഇവരെല്ലാം ഇങ്ങനത്തെ എല്ലാം കാര്യത്തിൽ വളരെ വീക്കാണ്. ഇടിക്കാനൊന്നും തോന്നിയേക്കണ്ട. നമ്മൾ മുന്നേ പുങ്ങന്നൂരിനെ കൊണ്ടുവന്നിട്ടില്ല, ഓർമ്മ ഉണ്ട്? അതിൻ്റെ അകത്ത് ഇതേപോലത്തെ സൈസിലെല്ലാം വലുതെല്ലാം പെട്ടു പോയിട്ടാ. കുറേ എണ്ണം അങ്ങനത്തെ എല്ലാം വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെറിയ ഇതിന് കൊടുത്ത് ഒഴിവാക്കിയതിന് അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലത്തെ ഇങ്ങനത്തെ എല്ലാം സാധനം വന്നിട്ടുണ്ടായി. കുത്തോ കുത്താനുള്ളൊരു ഇല്ല, ഇതെല്ലാം പിന്നെ കെട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതെല്ലാം പുങ്കന്നൂർ നോർമൽ ചെറിയ പശുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക മിനിയേച്ചർ മൈക്രോ മിനിയേച്ചർ അതിലൊന്നും പെടുത്താൻ കഴിയില്ല. സാധാരണ ഹൈറ്റ് കുറച്ച് കുറഞ്ഞ പശുക്കൾ ഇതെല്ലാം അതിൽ പെട്ടതാ. ഇതെല്ലാം പുങ്കന്നൂർ എന്താ ഒരു പുങ്കന്നൂർ നല്ല പുള്ളിതാ. ഐഷ് എന്താ ഇതെല്ലാം ഇടിക്കൂട്ടാ. ആ എന്തായാലും ലുക്ക് നോക്കിയേ, അല്ലെങ്കിൽ അതിൻ്റെ സ്കിൻ നോക്കി എന്താ ഫിനിഷിങ്. ഇത് രസം നോക്കിയേ. തൊട്ട ഇട്ടിക്കും, ഉറപ്പായിട്ട് ഇട്ടിക്കും. കണ്ടാ നേരെ കയറോന്ന് അതാറ്റ പൊട്ടിങ്ങണ്ടല്ല, ഇടിച്ച് കലക്കും. ഇവിടുന്ന് നാട്ടിൽ പോക്കുണ്ടാവില്ല. കുറേ കിടാവും. ഇതാ പ്രഗ്നൻ്റ് ആയ ഒരാളിതാ ഇപ്പം ആവാൻ തോന്നട്ടാ. ഐഷ് കാല് ജസ്റ്റ് കണ്ണൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയെങ്കിണ്ടല്ല ചാണകല് ചവിട്ടി തവിട് പൊടിയാവും. ഇതുണ്ട് നമ്മൾ ഓങ്കളിനെ പോലില്ല ഇത് കാണാൻ. ഈ പുങ്കന്നൂർ ശരിക്കും ഡെവലപ്പ് ചെയ്ത് ഓങ്കളിനെ മിക്സ് ചെയ്തിട്ടാന്ന് തോന്നുന്നുട്ടാ ശരിക്കും. ഇതുണ്ട് ഓങ്കളിലെ എല്ലാ ലക്ഷണങ്ങളും ഈ പുള്ളി നോക്കിയേ. കണ്ട പെട്ടെന്ന് കാണുമ്പോൾ ഓങ്കളിനെ എല്ലാവർക്കും അറിയണ്ടാവൂലേ. കണ്ടാ ഏതായാലും ലുക്ക് നോക്കിയേ. നല്ല വാടാ നല്ല ആരോഗ്യമുണ്ട് കേട്ടാ. നല്ല ആരോഗ്യമുള്ള പുള്ളാന്നേ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോന്നേ. ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് തോന്നി ഇവർ ഇട്ടത്. കുറച്ച് ഹൈറ്റ് കൂടിയത്, അതിൽ കുറച്ച് കുറഞ്ഞത്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൽ കുറേ ചാവാലിയും ഉണ്ട് കേട്ടാ. കുറേ ചാവാലികളും ഉണ്ട്, കുറേ നല്ലതും ഉണ്ട്, അങ്ങനെയുള്ളത് എല്ലാ ടൈപ്പും ഉണ്ട്. കുറേ പശുവിനെ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു എരുമനൊക്കെ ഉണ്ടോ. ഇതാ പോത്തിന് നമ്മുടെ നാട്ടിലെല്ലാം ഇഷ്ടം പോലെ കാണും. എരുമനെ കാണൽ ഭയങ്കര കുറവല്ലേ. ഇതാ കണ്ടോ, കാണാത്തവരെല്ലാം എരുമനെ കണ്ടേ. എരുമ 1 2 എരുമുണ്ട്. ഓക്കെ, നമ്മൾ രാജമാണിക്യ സിനിമയിൽ പോകുന്നവരുണ്ടല്ലേ കുറേ പോത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് കൂടി. ഇതാ ചെറിയൊരു ബാക്കിൽ നിന്നൊന്നും തിരിഞ്ഞു വരാൻ കഴിയില്ലല്ലോ. അത് നോക്കണേ. ഏതാ ഇവനെല്ലാം ഇടിച്ചെങ്കിണ്ടല്ല നമ്മളെ ബാക്കങ്ങ് പോവും. അണിക്കടാ അണിക്കടാ. ആ മാനിനെ പോലുണ്ടല്ലേ ഇവർ. പിന്നെ മെയിനായിട്ട് ഫുഡ് കൊടുക്കുന്നത് എനിക്കൊന്ന് ചോളം തറച്ചിട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മറ്റേ ബിയർ വേസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ബിയർ വേസ്റ്റ് ചോളം തറച്ചതൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കളറല്ലേ റെഡ്. ഓക്കെ, ഇനി നമുക്ക് കുത്തോടാ. ഇത് ഓങ്കോളാന്നേ ബ്രീഡ്. ഓങ്കോൾ നമ്മൾ പണ്ടേ കാണുന്ന ഓങ്കൾ ഇടിക്കാൻ വരുന്നുണ്ടാ. ഇതിനെ മിനിമൈസ് ചെയ്തതാണ് നമ്മളെ പൊങ്കന്നൂർ കേട്ടാ. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട് ശരിക്കും. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത പശു ഇതാ ഇവർ രണ്ടാളാണ്. ഇത് ഫീമെയിൽ, നമ്മുടെ കണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഫീമെയിൽ. എങ്ങനെയുണ്ട്? അയ്യോടാ എങ്ങനെയുണ്ട് ബേബി? ഞാനിത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളവിടെ എത്തണം. ഇത് മെയിൽ. അപ്പോൾ നമ്മൾ രണ്ടാളും എടുത്തിന് കേട്ടാ.
ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ കണ്ണൻ്റെ കൂടെ രണ്ടാളും കളിക്കും. അങ്ങനെയുണ്ട്. ഇത് ശരിക്കും ഇവർ മൈക്രോ മിനിയേച്ചർ നാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ ബ്രീഡാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതെന്നാലും നാനോ എന്ന് പറയുന്നത് ഇതിപ്പോൾ 1 year old ആയതാണ്. ഞാൻ എൻ്റെ പല്ല് കാണിച്ചത്, ജസ്റ്റ് പല്ല് വന്ന് ഇങ്ങോട്ട് വന്നേ, അടുക്കടാ. പല്ലുണ്ടാ? നല്ല വെളുത്ത പല്ല് എടാ എടാ, കാണുന്നില്ലല്ലേ? ഇതാ പോട്ടെ. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 year ആകുന്നേ ഉള്ളൂ. 1 year ഏകദേശം ഇത് 11 മാസം, ഇത് 12 മാസം, 1 വർഷം തന്നെ ആയി. പക്ഷേ എന്താണെന്നറിയോ, ഇപ്പം തന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇനി കുറച്ചും കൂടി എന്തായാലും ഹൈറ്റ് കയറും. പക്ഷെ നമ്മളെ കണ്ണൻ്റെ ലെവൽ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണൻ ഒന്നും കൂടി ഷോർട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈടില്ല. കുട്ടികളെല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമല്ലോ. ഓരോരാളെ നമ്മൾ എല്ലാത്തിനെയും നോക്കിയിട്ടാണ് അവരെ സെലക്ട് ചെയ്തത്. ഇതുണ്ടാ, ഇതൊരു നല്ല ക്യൂട്ട് ബേബി. ഇതാ വേറൊരു ക്യൂട്ട് ബേബി. പിന്നെ ഇതുണ്ടാ ബ്ലാക്ക്. പല ടൈപ്പും ഉണ്ട് കേട്ടോ. ഇവന് പിന്നെ ഭയങ്കര പേടിയേ, നമ്മളെ ശരിക്കും നമ്മളെ ഡയാനെ പോലെ ഉണ്ടാ, തൊടുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇത് ആദ്യം മുതലേ ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര പേടി. അത് പക്ഷെ കുറച്ച് ഷോർട്ടാണ്. ഇത് വേറൊരാൾ, ഇത് വേറൊരു കുഞ്ഞി. എനിക്ക് വേറൊരു കാര്യമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരാളുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. വാ, ഇതൊന്നല്ല, വാ. ഇതാ എണീക്കടാ. എണീക്ക്. ഇത് രണ്ടും നോക്കിയേ, എന്ത് ക്യൂട്ട് നോക്കിയേ. ഇവനെ കൊണ്ടുപോയാൽ നമുക്ക് പാൽ കൊടുക്കണം. പാൽ കൊടുത്തിട്ട് വേണം വളർത്താൻ. എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിന്. പക്ഷെ എന്താ അറിയോ, ഒരാളുടെ കാലിന് നമ്മളെ കണ്ണനുള്ള പോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം മാത്രം തരുമെന്ന് വെച്ച്, ഒരെണ്ണം മാത്രമായിട്ട് ഇവർ തരുന്നില്ല. കണ്ടോ, ഒരാളെ കാലിന് പ്രശ്നമുണ്ട്, ഏതോ ഒന്നിൻ്റെ കാലിന് പ്രശ്നമുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ മറ്റേ ഒരെണ്ണത്തിന് ചോദിച്ചു, ഒരെണ്ണം മാത്രം തരുമോ, അങ്ങനെ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നല്ല രസമുണ്ടാവേ. പക്ഷെ അവനെ തരുന്നില്ല, ഒന്ന് മാത്രമായിട്ട് തരുന്നില്ല. അല്ലെങ്കിൽ ഇതും കൂടി പെറ്റ് സ്റ്റേഷനിലേക്ക് പോകണ്ടേ. നോക്കിയാ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. ഓമനത്തും ഇങ്ങനെ തുളുമ്പുന്നില്ല. ഇതുണ്ടാ പല്ലണ്ട, ഇതാണ് പാൽപ്പല്ല്. ഉണ്ടാ, മറ്റേതിൻ്റെ പാൽപ്പല്ല് പോയി. നല്ല രസമുണ്ടല്ലേ കളറ്. പക്ഷെ ഇത് വലുതായ ചിലപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതാ വേറൊരു ക്യൂട്ട് ബേബി. ഇതൊന്നും പിന്നെ അതിൻ്റെ അത്ര മുഞ്ചില്ല. അതിനെ കണ്ടിട്ട് പിന്നെ ഇതിനൊന്നും വാങ്ങിക്കാൻ തോന്നില്ല. അതാണ് എൻ്റെ മനസ്സിൽ പിടിച്ച സാധനം. പക്ഷേ കാലിന് പ്രശ്നമായിട്ട് പിന്നെ നമ്മൾ കണ്ണനെയും കൊണ്ട് കുടുങ്ങിയ പോലെ അങ്ങനെ നിൽക്കണ്ടേ. വേറെ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും പശുവിനെ നോക്കി കണ്ണ് മഞ്ഞളിച്ച്. വാ, ഇതാ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതെല്ലാം കുറച്ച് പിന്നെ ഹൈറ്റ് കൂടി. ഇതെല്ലാം ഇവർ പറയുന്നത് മൈക്രോ കേട്ടോ, നാനോ അല്ല. അതെല്ലാം നാനോ എന്നാണ് പറഞ്ഞത്, ഇത് മൈക്രോ. പക്ഷെ ഇതൊന്നും അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതെവിടെ ഉണ്ട് കേട്ടോ. ഇവരെ ഹെഡ് കാണാൻ നല്ല രസമില്ലേ. അതിൻ്റെ ഇപ്പുറത്തുള്ളത് കാണിച്ചില്ലല്ലേ, ജസ്റ്റ് ഇങ്ങോട്ടോ കാണിച്ചിട്ടല്ലേ. അതിൻ്റെ അകത്ത് അതും ഒരു രസമായിട്ട് തോന്നിയൊരു പശുവാണേ. വരുന്ന എല്ലാവരെയും കൊണ്ടുപോകാൻ തോന്നുന്നു നമുക്ക്. അതാ നമ്മുടെ പ്രശ്നം, എല്ലാത്തിനും അങ്ങ് ഇഷ്ടപ്പെടുന്നു. ഞാൻ ആദ്യം ഇതിനെ ഫസ്റ്റ് നോക്കിയത്. പിന്നെ ഇതിനേക്കാളും നല്ല എന്താ പറയുക, ഇതിന് കുറച്ച് ചെറിയ ഇൻഫെക്ഷൻ പോലെ എല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മറ്റേതിനെ എടുത്താൻ കാരണം. എന്താ എല്ലാം നല്ല തന്നെ. വേണ്ട, ചിലത് ഇങ്ങനെ ഭയങ്കര പേടിത്തൊണ്ടന്മാരുണ്ടോ. നോക്കടാ, രസില്ലേ. ഇപ്പോൾ കമൻസിൽ പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നമ്മൾ എടുത്തതിനെയാണോ ഇഷ്ടപ്പെട്ടത്, അല്ല വേറെ ഏതെങ്കിലും പിന്നെ പശുവിനാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റിൽ പറയണേ. ഇത് കുറച്ച് താഴ്ന്ന് എടുത്തു, എന്നാൽ കുറച്ച് ക്ലിയർ ഉണ്ട്, നല്ല രസമായിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും മേലിൽ നിന്ന് കാണിക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ, വീഡിയോസ് കാണുന്നവർക്ക് അതിൻ്റെ ക്യൂട്ട്നെസ് മനസ്സിലാവണ്ടല്ലേ.
ഇവിടെ ഇപ്പോൾ പിന്നെ ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് 2 ദിവസം ആയിട്ടാ ഈ പശുവിനെയും തപ്പി തപ്പി നടന്നിട്ട്. ഓക്കെ, അതിനപ്പുറത്തൊരു പശുവും കൂടി ഉണ്ട്, കുട്ടി, അതിനും കൂടി നോക്കാലോ. ബാബാ ചെറിയ കുട്ടീനെ കാണിച്ചാലല്ല, ഇതേണ്ടാ ഇപ്പം നമ്മൾ കാണിച്ച കുട്ടിയില്ലേ, അതിനെല്ലാം ഇങ്ങനെ പാൽ കുടിപ്പിക്കുന്നതാ, വലുതിനെ കൊണ്ടുവന്നിട്ട് പാൽ കുടിപ്പിക്കുന്നുണ്ടാ. ഇത് നല്ല പാവായിട്ടുള്ള പശുക്കളെ എടുത്തുകൊണ്ട് വന്നിട്ട് പാൽ കുടിപ്പിക്കുന്നത്, അത് കുഞ്ഞ്. ആ ചെറുതിനെന്ത് രസമല്ലേ. ഓ അതുപോലെ നല്ലോണം ചെറുതുണ്ട് ഒരെണ്ണം, അതിനെ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. അതുപോലെ ഇതാ ഒരെണ്ണം, ഇതാ വേടാ ഇടാ ഒരു കുഞ്ഞുണ്ട്, അത് എടുക്കാൻ പേടിയാന്ന് പറഞ്ഞതിന്, ഭയങ്കര പേടിയാന്ന്. പക്ഷെ ഇത് നോക്കിയാ എത്ര ചെറുത് നോക്കിയാൽ പൂച്ചൻ്റെ അത്രേ ഉള്ളൂ. അബ്ദുൽ നാലകിടൊന്നും കുടിക്കുന്നു നോക്കിയേ, ഇതൊക്കെ ഇതൊന്ന് കാലിന് കംപ്ലൈൻ്റ് ആയ ഒരു കുട്ടിയാന്നേ. ബാക്കി 4 കുട്ടികൾ ഒരേ ഇന്ന് കുടിക്കുന്നൊക്കെ ധാരാസല്ല. ഇങ്ങനത്തെ കുറെ കൗതുകമുള്ള കാഴ്ചകളും കൂടി കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതൊരു ചെറിയ കുഞ്ഞ്. ഇതെല്ലാം നമ്മൾ മറ്റേ സ്വന്തമായിട്ട് പാല് കുടിക്കാനകത്ത് തന്നെ കുഞ്ഞിനെ മാറ്റിയിട്ടതിനൊക്കെ ഇവർ പാല് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ആക്കിയത്. വേണ്ട, പാല് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് മാറ്റിയിടുന്നു. ഞാൻ ആ ചെറിയ കുട്ടിനെ കയ്യിലെടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തരുമെങ്കിൽ നമുക്കൊന്ന് എടുക്കാലോ. ഓക്കെ, എൻ്റെ പൊന്നു ഇതുണ്ടോ. എങ്ങനെയുണ്ട്, അടിപൊളി അല്ലേ. ഇതിപ്പോൾ ദിവസങ്ങളായിട്ടുണ്ടാവും കേട്ടോ, പ്രസവിച്ചിട്ട് ദിവസങ്ങളേ ആയിട്ടുണ്ടാവും. ശരിക്കും എന്ത് ക്യൂട്ടടാ. ഓ പൊളിയല്ലേ. ഇതണ്ടാ ഈ പശുവിൻ്റെ എല്ലാം ഇടയിലൊരു പഗ്ഗുണ്ട് കേട്ടോ ഇവിടെ. അയ്യോടാ നല്ല ഉണ്ടല്ലേ. ഇവർ വളർത്തുന്ന പഗ്ഗാണ് കേട്ടോ. നമ്മൾ പണ്ട് ഹച്ചിലെ ഡോഗ് എന്ന് പറയില്ല, അച്ഛൻ്റെ പരസ്യത്തിലുള്ള. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്നേക്കോ. ഓ ബേബി, ഓ കണ്ണല്ലടച്ച്. ഓക്കെ ബൈ. ഇതെല്ലാം പശുവിൻ്റെ ഒരു കളി. ഇതാ ചെറിയ ചെറിയ പശുക്കളുടെ ഇതാ. എനിക്ക് കുറേ ആളെ കൊണ്ടിട്ടിട്ടുണ്ട് ഇതാ. പിന്നെ ഇതിൻ്റെ കാലുണ്ട്, കാല് നോക്കിയത് ഇതാ. ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വലുതാകുമ്പോൾ പ്രശ്നമാവും, ചിലത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ശരിയാവും. പ്രത്യേകിച്ചാട് കാലിനൊരു ഉറപ്പുണ്ടാവില്ലല്ലോ. കണ്ട ഇതിനെല്ലാം കണ്ട ബാലൻസ് അത്ര ക്ലിയർ ആയിട്ടില്ല. അതെന്താ അത് നല്ല അത് ഓടിക്കളിക്കുന്നൊക്കെ. അത് ശരിക്കും ആട്ടിൻകുട്ടിനെ പോലെ ഉണ്ടല്ലേ. ആട്ടിൻകുട്ടിൻ്റെ അതേ ഇത് കയ്യിലെടുക്കാൻ പറ്റുമോ നോക്കണ്ട. അതിങ്ങനെ ഓരോന്നിനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ അകത്തോണ്ടൊക്കെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഉണ്ടായിനി പശു ഫാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ. ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ ചെയ്യണോ? നമ്മൾ നോർമലി ഇങ്ങനത്തെ ഒന്നും ചെയ്യല്ലല്ലോ, നമ്മുടെ അടുത്തുള്ളത് മാത്രമേ നമ്മൾ നോർമലി ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ കുറേ എണ്ണം കണ്ടപ്പോൾ ഒരു കൗതുകം, അങ്ങനെ എടുത്തു കേട്ടാ. ഓക്കെ, ഇതൊരു വീഡിയോ ഇതണ്ടാ മസിൽ തിന്നുണ്ടാ പശു. ഇതണ്ടാ വൈകുന്നേരം ഇതെല്ലാത്തിനും ഫീഡ് ചെയ്ത് നോക്കിയേ. കൊടുക്കണം കേട്ടോ, കംപ്ലീറ്റ് പ്ലേറ്റ്സ് ആണ്. പ്ലേറ്റ്സിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചോളം ഇതണ്ടാ വെട്ടി നുറുക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നുറുക്കാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. മെയിനായിട്ട് പ്ലേറ്റ്സ് തന്നെ, പ്ലേറ്റ്സിൻ്റെ കൂടെ അതൊക്കെ കൂട്ടിക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നോക്കിയും കണ്ടു നീങ്ങിയിട്ടെങ്കിൽ എൻ്റെ അമ്മോ. ഓ കാരണം അതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടി കലക്കി ഒഴുക്കി നമ്മൾ വളരെ വൃത്തിയിൽ നോക്കിയാലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും. ഇവർ ഒരു വൃത്തിയില്ലാണ്ട് അസുഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, പറയാൻ കഴിയില്ല.
നമ്മൾക്ക് വൃത്തിയിൽ നോക്കിയിട്ട് അസുഖങ്ങൾ വരുന്നതെന്നും പറയുന്നില്ല. അസുഖങ്ങൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവല്ലേ. ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ചത്തുപോകുന്നുണ്ട്, എത്ര എണ്ണം സുഖമില്ലാത്തുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ ഒരു അതിശയോക്തി പറഞ്ഞതാട്ടാ. നമ്മൾ പോകുന്ന വഴിക്ക് രാജമാണിക്യത്തിലെ മറ്റേ എന്തേരടേ പോത്ത് വന്നിട്ടുണ്ട്. എന്താ രസം നോക്കി. അയ്യോ നമ്മ പോകുന്ന വഴിക്ക് എല്ലാം വഴി ബ്ലോക്ക് ചെയ്തോണ്ട് ആൾക്കാരും ആടും മാടും പോത്തും എരുമയും ഒക്കെ ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നല്ല ഉണ്ട്. അയ്യോ രസം നോക്കി. കെടകോട്ടാണോ? ആ കെട എന്നല്ലേ. അയ്യോ ഇത് രസം നോക്കി. മുമ്പിലൊരു പുലി പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും? അപ്പോൾ നമുക്ക് നമ്മളെ പശുവിനെ എടുത്തിട്ട് പോവാം. നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം. പെറ്റ് സ്റ്റേഷനിലെ വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ഓക്കെ, ബൈ.